അനവധി മേഖലകൾ, നിരവധി തൊഴിലവസരങ്ങൾ. നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. തൊഴിലവസരങ്ങളിലേക്ക്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഡൽഹി പോലീസിൽ കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്ക് നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. പുരുഷന്മാർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുവാൻ കഴിയുന്നത്. ആകെ ഒഴിവുകൾ 737. +2 വിജയം അല്ലെങ്കിൽ തത്തുല്യമാണ് വിദ്യാഭ്യാസ യോഗ്യത. ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ശാരീരിക യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾക്കായി വെബ്സൈറ്റ് പരിശോധിക്കാവുന്നതാണ്. പ്രായം 2025 ജൂലൈ 1 21 മുതൽ 30 വയസ്സ് വരെ. അർഹരായ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവുകൾ ലഭിക്കുന്നതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ്, മെഷർമെൻറ്റ് ടെസ്റ്റ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, ട്രേഡ് ടെസ്റ്റ് എന്നിവ മുഖേനയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. SC/ST വിഭാഗത്തിൽപ്പെട്ടവർ, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് ഫീസില്ല. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 15. വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾക്കായി ssc.gov.in എന്ന വെബ്സൈറ്റ് കാണുക. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഡൽഹി പോലീസിൽ ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റന്റ് വയർലെസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ടെലി പ്രിൻ്റർ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നിയമനത്തിനായി ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഇതിനായുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ 2025 ഡിസംബർ 2026 ജനുവരി മാസത്തിലായിരിക്കും നടക്കുന്നത്. പുരുഷന്മാർക്കായി 370 ഒഴിവുകളും വനിതകൾക്കായി 182 ഒഴിവുകളും ഉൾപ്പെടെ ആകെ 552 ഒഴിവുകളാണ് ഉള്ളത്. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. വനിതകൾ, SC/ST വിഭാഗക്കാർ, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് ഫീസില്ല. വിദ്യാഭ്യാസ യോഗ്യത സയൻസ്, മാത്തമാറ്റിക്സ് വിഷയങ്ങൾ ഉൾപ്പെട്ട +2 വിജയം അല്ലെങ്കിൽ മെക്കാനിക് കം ഓപ്പറേറ്റർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഉദ്യോഗാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. കായികക്ഷമതാ പരീക്ഷ, ശാരീരിക യോഗ്യത എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ssc.gov.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. പ്രായം 2025 ജൂലൈ 1 18 മുതൽ 27 വരെ. അർഹരായ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവുകൾ ലഭിക്കുന്നതാണ്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ, ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ്, മെഷർമെൻറ്റ് ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, ഇംഗ്ലീഷ് വേർഡ് പ്രോസസ്സിംഗ് ടെസ്റ്റ് എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 15. സംശയ നിവാരണത്തിനായി അപേക്ഷകർക്ക് 1800 309 3063 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. കേരളത്തിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലേക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കും 2026 ജനുവരി മുതൽ ഡിസംബർ വരെ വന്നേക്കാവുന്ന സെക്യൂരിറ്റി സൂപ്പർവൈസർ, സെക്യൂരിറ്റി ഗാർഡ്, മറ്റ് അനുബന്ധ തസ്തികകൾ എന്നിവയിലേക്ക് പുനരധിവാസ പദ്ധതി പ്രകാരം വിന്യസിക്കുന്നതിന് വേണ്ടി കെക്സ്കോണിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിമുക്ത ഭടന്മാരിൽ നിന്നും അവരുടെ ആശ്രിതരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. www.kexcon.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 2025 ഡിസംബർ 10. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2320 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കഴക്കൂട്ടം ഗവൺമെൻറ് വനിതാ ITIയിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിൽ OBC വിഭാഗത്തിനും സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ഇംഗ്ലീഷ് ട്രേഡിൽ പൊതുവിഭാഗത്തിനും സംവരണം ചെയ്തിട്ടുള്ള താൽക്കാലിക ഇൻസ്ട്രക്ടർമാരുടെ ഒഴിവിലേക്ക് നിയമനത്തിനായി ഒക്ടോബർ 14 രാവിലെ 11 മണിക്ക് അഭിമുഖം നടത്തുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം പ്രിൻസിപ്പൽ മുമ്പാകെ അഭിമുഖത്തിനായി എത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471 241 8317 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് സംസ്ഥാനത്തെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ 61 ഒഴിവുകളിലേക്ക് നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. വിശദാംശങ്ങൾക്കായി kpesrb.kerala.gov.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 31. ഡൽഹി പോലീസിൽ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഇത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിജ്ഞാപനമാണ്.
ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 20. ആകെ 509 ഒഴിവുകളാണ് ഉള്ളത്. 18 മുതൽ 25 വയസ്സ് വരെയാണ് പ്രായപരിധി. ഉദ്യോഗാർത്ഥികൾ 2000 ജൂലൈ 2 മുൻപോ 2007 ജൂലൈ 1 ശേഷമോ ജനിച്ചവരായിരിക്കരുത്. വിദ്യാഭ്യാസ യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യമാണ്. മിനിറ്റിൽ 30 ഇംഗ്ലീഷ് വാക്കുകൾ അല്ലെങ്കിൽ 25 ഹിന്ദി വാക്കുകൾ ടൈപ്പ് ചെയ്യുവാനുള്ള വേഗതയുണ്ടായിരിക്കണം. വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾക്കായി ssc.gov.in എന്ന വെബ്സൈറ്റ് കാണുക. കണ്ണൂരിലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. 42,000 രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത്. യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾക്കായി www.kerala-tourism.gov.in എന്ന വെബ്സൈറ്റ് കാണുക. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ www.kerala-tourism.gov.in/career എന്ന വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം പൂരിപ്പിച്ച് തപാലിലൂടെ ദി പ്രിൻസിപ്പൽ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, 3rd മൈൽ, എരഞ്ഞോളി PO, തലശ്ശേരി, കേരള 670107 എന്ന വിലാസത്തിൽ ഒക്ടോബർ 30 മുൻപായി സമർപ്പിക്കേണ്ടതാണ്. ഈ ആഴ്ചയിലെ തൊഴിലവസര വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.